morning, one and all. Today we are discussing project management. So we have already given a video on project management. Means what is project, what are the types of project, and what is project life cycle, like that. So today we are discussing the topic project management. Actually, project management means it's a process. We say that process of planning, organizing, monitoring, and controlling of all aspects of project and motivating all involved to achieve project objective of safety and completion within a defined time, cost, and performance. So as usually we have seen that coming to a management concept, everything start with planning. So project management also a process of planning, organizing, second function of management, and monitoring and controlling of all aspects of a project and motivating all involved to achieve project objective of safety and completion within a defined time, cost, and performance. പ്രൊജക്ട് മാനേജ്മെന്റ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നാൽ തന്നെ എന്താണ് മാനേജ്മെന്റ് എല്ലാ ഫംഗ്ഷൻസും ഉണ്ടാവും. പ്രൊജക്ട് മാനേജ്മെന്റ് ഒരു പ്രോസസ്സാണ്, കാരണം മാനേജ്മെന്റ് പ്രോസസ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്ലാനിങ് ഉണ്ടാവാം, ഓർഗനൈസിങ് ഉണ്ടാവാം, ഡയറക്റ്റിംഗ് ഉണ്ടാവും, കൺട്രോളിങ് ഉണ്ടാവും. മീൻസ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ്. ഈ ആക്ടിവിറ്റീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പ്രൊജക്ട് മാനേജ്മെന്റ് കടന്നു പോകുന്നത്. ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് എ പ്രൊജക്ട്, ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ആസ്പെക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും, ഓർഗനൈസ് ചെയ്യും, മോണിറ്റർ ചെയ്യും, കൺട്രോൾ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ആൻഡ് മോട്ടിവേറ്റിംഗ് ഓൾ ഇൻവോൾവ് ടു. ഇപ്പോൾ അതാണ് പറയുന്നത്. എന്തിനാന്ന് വെച്ചാൽ അതിലുമായി ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും മോട്ടിവേറ്റ് ചെയ്യാം. എന്തിന്? ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്. പ്രൊജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മീൻസ് അവർ ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ആൻഡ് കംപ്ലീഷൻ. ഒരു സേഫ്റ്റി ഉണ്ടാകുക, മീൻസ് സെക്യൂർ ആകുക, ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം, നമ്മുടെ പ്രൊജക്റ്റ് എന്ത് ചെയ്യാം, പൂർത്തീകരിക്കുക വിത്തിൻ എ ഡിഫൈൻഡ് ടൈം. ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാകും. എപ്പോഴും ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാകും. ഈ ടൈം ഷെഡ്യൂളിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം വിത്തിൻ എ ഡിഫൈൻഡ് കോസ്റ്റ്. അല്ലെ, നമ്മൾ ഒരു പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു കോസ്റ്റ് ഉണ്ട്, ആ കോസ്റ്റിൻ്റെ ഉള്ളിലായിരിക്കണം. ആൻഡ് പെർഫോമൻസ്, അതേപോലെ പെർഫോമൻസ്, കൃത്യമായിട്ടുള്ള പെർഫോമൻസ് നടത്തിയിരിക്കണം. ഹർസൺ has defined project management as the achievement of project's objective through people and involves organizing, planning, and control of resources assigned to the project, together with development of constructive human relation with all those involved, both in company and with the other companies involved. ഇത് ഒരു ഡെഫിനിഷൻ ആണ്. സെയിം തന്നെയാണ് പറയുന്നത്. ദ അച്ചീവ്മെന്റ് ഓഫ് പ്രൊജക്ട്സ് ഒബ്ജക്റ്റീവ് ത്രൂ പീപ്പിൾ. ആളുകളിലൂടെ എന്ത് ചെയ്യാം, പ്രൊജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാം. ആൻഡ് ഇൻവോൾവ്സ് ഓർഗനൈസിങ്, പ്ലാനിങ്, ആൻഡ് കൺട്രോൾ ഓഫ് റിസോഴ്സ് അസൈൻ ടു പ്രൊജക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഭവങ്ങൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, അതേപോലെ അതിനെ ആസൂത്രണം ചെയ്യണം, പ്ലാൻ ചെയ്യണം, അതിന് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, അല്ലേ, നിയന്ത്രിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഭവങ്ങളുടെ കൺട്രോളിങ്ങും അതേപോലെ ആസൂത്രണവും അതേപോലെ ഓർഗനൈസിങ്ങും. together with the development of constructive human relation with all those involved. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ റിലേഷൻസ് ഡെവലപ്പ് ചെയ്യണം. അല്ലെ, നമ്മളെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കിടയിൽ എന്ത് ചെയ്യണം, നല്ലൊരു ബന്ധം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. ബോത്ത് ഇൻ കമ്പനി ആൻഡ് വിത്ത് അതർ കമ്പനീസ് ഇൻവോൾവ്. ബോത്ത് ഇൻ കമ്പനീസ് ആൻഡ് വിത്ത് അതർ കമ്പനീസ് ഇൻവോൾവ്. നമ്മുടെ കമ്പനിയും മറ്റുള്ള കമ്പനികൾ ആരൊക്കെയാണോ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത് അവരൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു phrases of project management.
ഫസ്റ്റ് ഫേസ് പറയുന്നത് പ്രൊജക്റ്റ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് പ്രൊജക്ട് മാനേജ്മെന്റ് പറയാം. Project identification. It refers to identification of business investment opportunities. It involves scanning of environment to find out investment opportunities. First stage identify the project identification. Identification of opportunity. അവസരങ്ങൾ ഏതെല്ലാം, ബിസിനസിന്റെ അവസരം ഏതാണ്, അല്ലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അല്ലെ നമുക്ക് നിക്ഷേപിക്കാനുള്ള ഒരു സാധ്യതയുള്ള മേഖല ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് എൻവയോൺമെന്റൽ സ്കാനിങ് നടത്തും, അല്ലെ. മീൻസ് പരിസ്ഥിതി, ഒരു ബിസിനസ്സും അതിന്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി ചെയ്യും. എന്ന് സ്റ്റഡി ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജിലാണ് പറയുന്നത് പ്രൊജക്റ്റ് ഫോർമുലേഷൻ. ഇറ്റ് ഈസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ഐഡിയ ഇൻ ടു കോൺക്രീറ്റ് പ്രൊജക്റ്റ് വിത്ത് സ്ക്രൂട്ടിനി ഓഫ് ഇമ്പോർട്ടൻറ്റ് പ്രിലിമിനറി ആസ്പെക്ട്സ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഐഡിയ നമ്മൾ എന്ത് ചെയ്യാണ്, കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തണം, അല്ലേ. ഒരു എന്താ പറയുക, നമുക്കൊരു ഐഡിയ ഉണ്ട്, അതിനെന്ത് ചെയ്യണം, കുറച്ചുകൂടി കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉള്ള ഒരു സാധനമാക്കിയിട്ട് ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. Then project appraisal. It involves searching, scrutiny, analysis, and evaluation of market, technical, financial, economic variable. It examines the viability of project. കുറച്ചു പ്രൊജക്റ്റ് വന്നു, ഐഡന്റിഫൈ ചെയ്തു, അതിനൊരു സ്ട്രക്ചർ കിട്ടി. നെക്സ്റ്റ് സ്റ്റേജിൽ വരുമ്പം അപ്രൈസൽ നടത്തും. അപ്രൈസൽ നടത്തുക പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സെർച്ച് ചെയ്യണം, അല്ലേ. നമ്മൾ കണ്ടുപിടിക്കണം, കുറേ കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സ്ക്രൂട്ടിനി നടത്തണം. ഇപ്പോൾ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അപ്രൈസൽസ് ഉണ്ടാവും, അതേപോലെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത പ്രൊജക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിലെന്ത് ചെയ്യണം, അതിലേറ്റവും ബെസ്റ്റ് ഏതാണുള്ളത് സ്ക്രൂട്ടിനി ചെയ്യണം. ദെൻ അനലൈസ് ചെയ്യണം, അതിനെ വീണ്ടും എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യാം. കുറച്ചുകൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അനാലിസിസ് കണ്ടക്ട് ചെയ്യാം. ആൻഡ് ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റ് ഇവാലുവേഷൻ നടത്താം. നമുക്ക് ഏതെല്ലാം മാർക്കറ്റിലാണ് ഇത് ഡിമാൻഡ് സപ്ലൈ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഏതെല്ലാം മാർക്കറ്റിലാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിനുള്ള മാർക്കറ്റ് ഇവാലുവേഷൻ. ദെൻ ടെക്നിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഇക്കണോമിക് വേരിയബിൾ. അപ്പോൾ അവിടെ ടെക്നിക്കൽ വേരിയബിൾ ഉണ്ടാവും. ടെക്നിക്കൽ വേരിയബിൾ നോ ഹൗ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. മീൻസ് നമ്മുടെ പ്രൊഡക്ഷൻ നോ ഹൗ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ വേരിയബിൾസ് ഉണ്ടാവും. അതേപോലെ ഒരുപാട് ടെക്നിക്കൽ വേരിയബിൾസ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് താഴോട്ട്. ദെൻ ഫിനാൻഷ്യൽ, അല്ലെ, നമ്മൾ എത്രത്തോളം കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഉണ്ട്, ഫിനാൻഷ്യൽ വേരിയബിൾസ് ആണ്. ഇക്കണോമിക് വേരിയബിൾസ് ഉണ്ട്, അല്ലെ. ഇങ്ങനെയുള്ള വേരിയബിൾസ് എല്ലാം എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റിന്റെ വയബിലിറ്റി, സാധ്യത, അല്ലെങ്കിൽ ഇതിനെ എത്രത്തോളം നമുക്ക് സ്യൂട്ടബിൾ ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ എന്താ പറയുന്നത്, പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ദെൻ പ്രൊജക്റ്റ് സെലക്ഷൻ ആണ് നെക്സ്റ്റ് സ്റ്റേജ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ചൂസിങ് എ പ്രൊജക്റ്റ് റാഷണലി ഇൻ ദ ലൈറ്റ് ഓഫ് objectives and inherent constraints on the basis of appraisal. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ആയിരിക്കില്ല, ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടാവും, എല്ലാം അപ്രൈസ് ചെയ്യും. അപ്രൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് ചെയ്ത് നമുക്ക് സെലക്ഷൻ നടത്തണം. അപ്പോൾ റേഷണൽ സെലക്ഷൻ ആയിരിക്കും, ഒരു റേഷണാലിറ്റി, അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, വിവേകം ഉപയോഗിച്ചിട്ട്, ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് പ്രൊജക്റ്റ്. അതിന് നമ്മൾ അപ്രൈസൽ നടത്തിയിട്ടുണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള അപ്രൈസൽ നടത്തിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ ആണെങ്കിൽ എത്രത്തോളം കോസ്റ്റ് ഇൻവോൾവ് ആണ്, അല്ലേ, കോസ്റ്റ് ഇൻവോൾവ് ആണ്. അപ്പം നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടാവും, അല്ലെ. നമ്മുടെ റിസോഴ്സിൽ എല്ലാ റിസോഴ്സും നമുക്ക് ഒരുപോലെ അവൈലബിൾ അല്ല. അപ്പം നമുക്ക് ഫിനാൻസ് അവൈലബിലിറ്റി കുറവാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും ലോ കോസ്റ്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം. ലോ കോസ്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ഏതാണ്, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഹൈ റിട്ടേൺ ഏതാണെന്ന് കിട്ടുക, ആ രീതി നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. മീൻസ് കൺസ്ട്രെയിൻസ് റിസോഴ്സസ് ആണെങ്കിലോ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ റോ മെറ്റീരിയൽ കൺസ്ട്രെയിൻ ആണ്, അങ്ങനെയാണെങ്കിൽ അത് അവൈലബിലിറ്റി കുറവാണ്,
എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പ്രൊജക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും. സോ അതാണ് പ്രൊജക്ട് സെലക്ഷൻ എന്ന് പറഞ്ഞ ഒരു റേഷണൽ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ടാണ്, റേഷണൽ ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ ഉണ്ടാവുക, പ്രൊജക്ട് സെലക്ഷൻ ഉണ്ടാവുക. ദെൻ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ, ദിസ് ദ സ്റ്റേജ് ഓഫ് birth of an enterprise. At the end of this stage the idea become reality. അല്ല, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തു, അത് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇപ്പൊ ചെയ്തിരിക്കുന്ന സെലക്ട് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് എന്ത് ചെയ്യും, റിയാലിറ്റിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. ലൈക്ക് ആക്ച്വലായിട്ട് ശരിക്കും എന്ത് ചെയ്യും, ഒരു ഫേം അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ ശരിക്കും നടത്തുകയും ആ നടത്തുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഇവിടെ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് പ്രൊജക്ട് ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ, ലാസ്റ്റ് സ്റ്റേജ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അസസിങ് ദി പെർഫോമൻസ് ഓഫ് പ്രൊജക്റ്റ് ആഫ്റ്റർ ഇറ്റ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ്. ദ പ്രൊജക്ട് ഇവാലുവേഷൻ സിംപ്ലി മീൻസ് അസസിങ് ദ പ്രോഗ്രസ് ഓഫ് പ്രൊജക്റ്റ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത പ്രൊജക്റ്റ് എന്ത് ചെയ്യും, അസസ് ചെയ്യാം. ഒരു വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഇയർലി എന്ത് ചെയ്യാം, ഇതിന്റെ പ്രോഗ്രസ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് പ്രൊജക്റ്റ്. ഇത്രയാണ് ഫ്രേസസ് ആയിട്ട് പറയുന്നത്, ഫേസസ് ഓഫ് പ്രൊജക്റ്റ് മാനേജ്മെന്റ്. ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ട്. നെക്സ്റ്റ് വൺ പറയുന്നത് ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊജക്ട് മാനേജർ ഈസ് ടു അറ്റൈൻ the objective for which the project has been undertaken. The other objective of project management as follows. പ്രൊജക്ട് മാനേജറിന് ഒറ്റൊരു ലക്ഷ്യമുള്ളൂ ശരിക്കും, അൾട്ടിമേറ്റ് ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് അതിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് അല്ലേ. നമ്മുടെ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ആ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രൊജക്ട് മാനേജ്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവ്. ദെൻ പിന്നെയുള്ള ചെറിയ ചെറിയ ഒബ്ജക്റ്റീവ്സ് ടു അച്ചീവ് മാക്സിമം പ്രൊഡക്ടിവിറ്റി അറ്റ് മിനിമം കോസ്റ്റ്. സ്വാഭാവികമായിട്ടുള്ളതാണ്, മിനിമം കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കണം. മാക്സിമൈസ് ഇൻകം ആൻഡ് റിട്ടേൺ, നമ്മുടെ ഇൻകവും റിട്ടേൺ എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യണം. മിനിമൈസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, നമുക്ക് വെൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിസ്ക്കും അൺസർട്ടനിറ്റിയും മിനിമൈസ് ചെയ്യും. ടു എലിമിനേറ്റ് വേസ്റ്റ് ആൻഡ് ഇംപ്രൂവ് എഫിഷ്യൻസി, നമ്മുടെ വേസ്റ്റ് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം, അതേപോലെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാം. Then to make the most efficient and effective use of resources, manpower, money, material, technology, etc. അപ്പോൾ മോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയുള്ള റിസോഴ്സ് എന്ത് ചെയ്യാം, ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പ്രൊജക്ട് മാനേജർ. മാനേജിങ് പേഴ്സണേജ്, ഫസ്റ്റ് റോള് അല്ലെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ആളുകളെ അല്ലെങ്കിൽ ലേബർ ഫോഴ്സിനെ എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാം. സാറ്റിസ്ഫൈ ഗവൺമെന്റ്, കസ്റ്റമർ, പ്രൊമോട്ടേഴ്സ് ആൻഡ് പബ്ലിക്. നമ്മുടെ ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ടാവും, വേരിയസ് പാർട്ടീസ് ഉണ്ടാവും, ഇവരെല്ലാവരുടെയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി കൺസേൺസ് ഉണ്ടാവും, പ്രൊമോട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കോസ്റ്റ് ബെനിഫിറ്റ് ഇഷ്യൂസ് ഉണ്ടാവാം, ദെൻ പബ്ലിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യുക, അവരെ സാറ്റിസ്ഫൈ ചെയ്യുക. കോർഡിനേറ്റിംഗ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ആക്ടിവിറ്റീസ് അക്രോസ് മൾട്ടിപ്പിൾ ഫങ്ഷണൽ ലൈൻസ്, വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷണൽ ലൈൻസ് ഉണ്ടാവാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യും, ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യണം. മീൻസ് ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ടാവും, വിങ്സ് ഉണ്ടാവാം. ഫിനാൻസ് ഒരു വിങ് ആയിരിക്കും, അത് പ്രൊഡക്ഷൻ മറ്റൊരു വിങ് ആയിരിക്കാം, മാർക്കറ്റിംഗ് മറ്റൊരു വിങ് ആവാം, ഫങ്ഷൻസ് ആണ്. അങ്ങനെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മറ്റൊരു ഫങ്ഷൻ ആണ്. ഇങ്ങനെ ഫങ്ഷണൽ ആയിട്ടുള്ള ഡിഫറെന്റ് ഫങ്ഷൻസ് ഉള്ള ഒരു പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ പ്രൊജക്റ്റിലുള്ള ഇതെല്ലാത്തിനും എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യുകയും ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യാം. ഡിഫൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇന്റഗ്രിറ്റി ഓഫ് ദി പ്രൊജക്റ്റ്. നമ്മളൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ളതാണ് ഏത് പ്രൊജക്റ്റിന്റെയും പ്രധാനപ്പെട്ട കാര്യം. അത് ഡിഫൈൻ ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. മീൻസ് അതൊരു സമയം ഉണ്ടാവും. ഇപ്പോൾ 3 മന്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണം.
3 മന്തിനുള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ആ പ്രൊജക്റ്റിന് എന്തുണ്ടാവും, അതിൻ്റെ ഒരു ഇന്റഗ്രിറ്റി കിട്ടുള്ളൂ എന്ന് പറയും. ദെൻ സെറ്റിംഗ് ടാർഗറ്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയർ ഫോർ അക്കംപ്ലിഷ്മെന്റ് ഓഫ് പ്രൊജക്റ്റ് ഒബ്ജക്റ്റീവ്. നമ്മൾ എന്ത് ചെയ്യാം, ടാർഗറ്റ് സെറ്റ് ചെയ്യാം, അതേപോലെ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിസ്റ്റംസ് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. പ്രൊസീജിയേഴ്സ് ഫോർ അക്കംപ്ലിഷിംഗ് പ്രൊജക്റ്റ് ഒബ്ജക്റ്റീവ്. ഇത് ഒരു നമ്മുടെ പ്രൊജക്ടിന്റെ ഒബ്ജക്റ്റീവ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി ആ പ്രൊജക്ട് ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണെന്നുള്ള ഒരു ഡെവലപ്പ് ചെയ്യും, അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യാം. ഡെവലപ്പിംഗ് പ്രൊജക്ട് എക്സിക്യൂഷൻ പ്ലാൻ, അല്ലെ, നമ്മുടെ പ്രൊജക്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതിന്റെ എക്സിക്യൂഷൻ പ്ലാൻ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. കോപ്പിംഗ് വിത്ത് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പ്രൊജക്ട് മാനേജ്മെന്റ്. പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള റിസ്ക് ഉണ്ടാവും. ഈ റിസ്ക് എല്ലാം എന്ത് ചെയ്യാം, കോപ്പ് ചെയ്യാം, മീൻസ് ഓഫ്സെറ്റ് ചെയ്യാം, അല്ലെ. നമ്മൾ റിസ്ക് വരും, ആ റിസ്ക് ഓഫ്സെറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ, മിനിമൈസ് ചെയ്യാനുള്ള ഏതെങ്കിലും ടെക്നിക്സ് എന്ത് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാം. മാനേജിങ് ഹ്യൂമൻ ഇന്റർ റിലേഷൻഷിപ്പ്, അല്ലെ, മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും, അല്ലെ. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാവും, എംപ്ലോയി പ്രൊമോട്ടർ റിലേഷൻഷിപ്പ് ഉണ്ടാവും, എംപ്ലോയി റിലേഷൻഷിപ്പ്, ഇങ്ങനെ ഡിഫറെന്റ്. സൂപ്പർവൈസർ ഉണ്ടാവാം, സൂപ്പർവൈസറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാം, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇതെല്ലാം മാനേജ് ചെയ്യണം. മെയിൻറ്റെയിനിങ് ബാലൻസ് ബിറ്റ്വീൻ ടെക്നിക്കൽ ആൻഡ് മാനേജീരിയൽ പ്രൊജക്ട് ഫംഗ്ഷൻ. ബാലൻസ് ബിറ്റ്വീൻ ടെക്നിക്കൽ ആൻഡ് മാനേജീരിയൽ പ്രൊജക്ട് ഫംഗ്ഷൻ. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ ഇത് ടെക്നിക്കലും അതേപോലെ മാനേജീരിയലുമായിട്ടുള്ള പ്രൊജക്ട് ഫംഗ്ഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാം. സോ നീഡ് ഓഫ് എ പ്രൊജക്ട് മാനേജ്മെന്റ്. ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ആവശ്യമുണ്ടോ, അവിടെയാണ് ഇത് പറയുന്നത്. കോംപ്ലക്സിറ്റി ഓഫ് പ്രൊജക്ട്. ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലക്സിറ്റി എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ആവശ്യം വരുന്നില്ല. Project involve time, effort, money, etc. If there is any fault in planning or implementation of project, the resource put in project would be waste. നമ്മൾ പ്രൊജക്റ്റിന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. പ്രൊജക്റ്റുമായിട്ട് ഒരുപാട് ടൈം ആവശ്യമാണ്, അതേപോലെ എഫേർട്ട് ആവശ്യമാണ്, അതേപോലെ റിസോഴ്സസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ആവശ്യമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ ഈ റിസോഴ്സസ് എന്ത് ചെയ്യും, വേസ്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റി ഓഫ് പ്രൊജക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യത്യസ്തമായുള്ള റിസോഴ്സസ് വേണം, വ്യത്യസ്തമായ ടൈം. ഈ ടൈമിനുള്ളിൽ, ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ ഈ വ്യത്യസ്തമായ റിസോഴ്സ് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ പ്രൊജക്ട് സക്സസ്ഫുൾ ആവുള്ളൂ. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് പ്രൊജക്ട്. അതുകൊണ്ട് തന്നെ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അച്ചീവ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്. നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അൺലെസ് പ്രൊജക്ട്സ് ആർ മാനേജ്ഡ് വെൽ, ദ ഒബ്ജക്റ്റീവ് ഫോർ വിച്ച് ദ പ്രൊജക്ട് ആർ അണ്ടർടേക്കൻ കനോട്ട് ബി അച്ചീവ്ഡ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ, ഓർഗനൈസിങ് ഇല്ലെങ്കിൽ, മോണിറ്ററിങ് ഇല്ലെങ്കിൽ, കൺട്രോളിങ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അത് പ്രൊജക്റ്റ് ആയാലും ലൈഫ് ആയാലും ഒക്കെ ഒരേപോലെയാണ്. സോ പ്രൊജക്റ്റ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു പ്രൊജക്ട് മാനേജ്മെന്റ് ടീം വേണം. എൻവയോൺമെന്റൽ ചേഞ്ചസ്, അല്ലെ, എ പ്രൊജക്ട് ഷുഡ് ബി വെൽ എക്വിപ്ഡ് ടു മീറ്റ് എൻവയോൺമെന്റൽ ചാലഞ്ചസ്. The success of a project depends upon how project is able to cope with the changing environment. The environment change ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ കോവിഡ് വന്നു. കോവിഡ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാം. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസിന്റെ പരിസ്ഥിതി ഉണ്ട്, അതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള പരിസ്ഥിതി ഉണ്ട്. നമ്മൾ പറയുന്ന പ്രകൃതി ഉണ്ട്, സാധാരണ പ്രകൃതി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അത് ഗ്ലോബൽ വാർമിങ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എവിടെ വരും, ഈ പ്രകൃതിയുമായിട്ട് വരും. ബിസിനസ് എൻവയോൺമെന്റ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് മാക്രോ ഇക്കണോമിക്, മൈക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഉണ്ട്. അവിടെ ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന ഒരു മാക്രോ ഇക്കണോമിക് ഡയമെൻഷൻ ആയിരിക്കും. അപ്പോൾ ഇതിനെ എങ്ങനെ കോപ്പ് ചെയ്യാം, ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇതിനെ കോപ്പ് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, അവിടെ ആ ഒരു ആവശ്യം പ്രൊജക്ട് മാനേജ്മെന്റ് ടീമിന് ഉണ്ടാവും. ദെൻ കോമ്പറ്റീഷൻ, ടു ഫേസ് ഔട്ട് കോമ്പറ്റീഷൻ
provisions of a goods or a service is not sufficient. It must provide a package which meet an entire need rather than just a part of that need. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ തന്നെയായിരിക്കും. നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. നമ്മളൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഒരു മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിലവിൽ കുറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവാം. അപ്പോൾ പിന്നെ വീണ്ടും വേറെയും എന്ത് ചെയ്യും, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വേറെ കോമ്പറ്റീറ്റേഴ്സ് വരാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവാം. ഇവരെ മാനേജ് ചെയ്യാന്നുള്ളത് എന്താണ്, ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൊജക്ട് മാനേജ്മെന്റ് ടീം വേണ്ടി വരും. കൺസ്ട്രെയിൻസ് ഉണ്ട്. കൺസ്ട്രെയിൻസ് റിലേറ്റഡ് ടു ടൈം, മെറ്റീരിയൽ, ലേബർ, ഡിമാൻഡ് എക്സെട്ര. നമ്മൾ പറഞ്ഞു എല്ലാം നമുക്ക് എന്താ പറയാ അബുണ്ടന്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആയിരിക്കില്ല. എല്ലാ റിസോഴ്സും നമുക്ക് ഈസി ആയിട്ട് കിട്ടില്ല. മീൻസ് ഒരുപാട് ധാരാളം ഉണ്ടാവണമെന്നില്ല. ചില റിസോഴ്സ് നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും റേസ് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ ടൈം നമ്മൾ പറഞ്ഞു വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അതേസമയം ചിലപ്പോൾ മെറ്റീരിയൽസ് ആയിരിക്കും, റോ മെറ്റീരിയൽസ് ആവാം. ചിലപ്പോൾ ഡിമാൻഡ് ആയിരിക്കാം ഒരു കൺസ്ട്രെയിന്റ്. മീൻസ് ടോട്ടൽ ഇൻഡസ്ട്രി ഡിമാൻഡ് ഉണ്ട്, അതിൽ ഇത്ര പെർസെൻറ്റേജ് ഇത്രയും കമ്പനീസ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഡിമാൻഡ് ആയിരിക്കും. ചിലപ്പോൾ ലേബർ ആയിരിക്കും, സ്കിൽഡ് ലേബർ ഉണ്ടാവും, വെൽ നോളജബിൾ ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ നമുക്ക് അവൈലബിൾ ആവണമെന്നില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊജക്റ്റ് സക്സസ് എന്ന് പറയുന്നത് ഇത് വെൽ മാനേജ് ചെയ്യുമ്പോഴാണ്. കൺസ്ട്രെയിൻസ് എത്രത്തോളം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ കൺസ്ട്രെയിൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൊജക്ട് മാനേജ്മെന്റ് ടീമിനെ ആവശ്യമാണ്. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്. അറ്റ് എവറി സ്റ്റേജ് ഓഫ് പ്രൊജക്ട് ലൈഫ് സൈക്കിൾ ദർ ആർ ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ്. ആസ് ദ പ്രൊജക്ട് മൂവ്സ് ന്യൂ ചലഞ്ചസ് and problems may arise. The risk and uncertainty cannot be eliminated but can be minimized through proper management of project. So ഇതൊരു മറ്റൊരു ഇഷ്യൂ പറയുന്നത് റിസ്ക്. ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഏത് സ്റ്റേജിലായാലും ഇംപ്ലിമെന്റേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് പ്രൊജക്ട് ലൈഫ് സൈക്കിൾസ് ഉണ്ടാവാം. എല്ലാ സ്റ്റേജിലും എന്തിൻ്റെ റിസ്ക് ഉണ്ട്. മീൻസ് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. എന്തുകൊണ്ട് തന്നെ ഫ്യൂച്ചർ എപ്പോഴും അൺസേർട്ടൻ ആണ്. വെൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് റിസ്ക് കുറയ്ക്കാൻ കഴിയും, അൺസേർട്ടനിറ്റി കുറയും. അൺസേർട്ടനിറ്റി കുറയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, റിസ്ക് മിനിമൈസ് ചെയ്യാൻ കഴിയുന്നത്. വെൽ പ്ലാനിങ്, പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ, പ്രോപ്പർ ഓർഗനൈസേഷൻ ഇതെല്ലാം ആവശ്യമാണ്. എവിടെ ഒരു പ്രൊജക്റ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെന്റ് ടീം ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ എന്താ പറയുന്നത്, പ്രൊജക്ട് മാനേജ്മെന്റിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നത്. Time overrun and cost overrun. If project take more time than the scheduled time, this is known as time overrun. If a project incur more cost than budgeted, this is called cost overrun. Time overrun. നമ്മളൊരു 3 മാസം ആണ് പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ ഫിക്സ് ചെയ്ത്, ടൈം ഫിക്സ് ചെയ്ത്. പക്ഷേ നമ്മൾ 3 മാസം കഴിഞ്ഞിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് വേറെ കുറെ എന്ത് ചെയ്യും, ഇഷ്യൂസ് ഉണ്ടാവും, ലോസസ് ഉണ്ടാവും. അപ്പോൾ ടൈം ഓവർ വിത്തിൻ ദി സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അതായിട്ടില്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ടൈം ഓവർ ആയിരിക്കും. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. കോസ്റ്റ് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഒരു 10 ലക്ഷം രൂപ 10 lakhs കോസ്റ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, ബഡ്ജറ്റ് ചെയ്തത്. അപ്പോൾ ബഡ്ജറ്റ് ചെയ്ത ഈ കോസ്റ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇല്ലെങ്കിൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓവർ ഉണ്ടാവും. അപ്പോൾ ഇത് മാനേജ് ചെയ്യാന്നുള്ളതും പ്രൊജക്ട് മാനേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ്. ദെൻ പ്രൊജക്ട് കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ. It is done either at end of the project or few years after a completion of the project. This enable to learn lesson from the project. Means project control. Maybe അതൊരു continuous process ആയിരിക്കും. End of the it is done either at the end of the project or few years after completion of project. അപ്പോൾ ഒരു പ്രൊജക്റ്റ്
കൺട്രോൾ നടത്തുക, ഇവാലുവേഷൻ നടത്തുക. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ആ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റേഷൻ നടത്തിയതിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ മീൻസ് എന്തെങ്കിലും പ്രോബ്ലംസ് അറൈസ് ചെയ്തോ അല്ലെങ്കിൽ ഡ്രോബാക്സ് എന്തെല്ലാമാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യും, ഇത് റെക്ടിഫൈ ചെയ്യുകയും ചെയ്യാം നെക്സ്റ്റ് പ്രൊജക്റ്റിലൂടെ. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊജക്റ്റ് കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ. ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രൊജക്റ്റ് മാനേജ്മെന്റ് ആവശ്യമാണ്. ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് മാനേജ്മെന്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ പ്രൊജക്റ്റ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, നീഡ്സ്, സ്റ്റേജസ് ഓഫ് പ്രൊജക്റ്റ് മാനേജ്മെന്റ്. സോ ഇതൊന്ന് നല്ല രീതിയിൽ കാണുക, എന്നിട്ട് ഇതിന്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.